TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെയെല്ലാം കണ്ണൂർ ജയിലിലേക്ക് മാറ്റാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ കേട്ട തമാശ. അത് തമാശയാണോ സീരിയസ് ആണോ എന്നറിയാൻ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ജയിൽ അഡ്വൈസറി ബോർഡിൽ P. ജയരാജനെ നിയമിച്ച വിവരവും ഓർമ്മയിൽ വരുന്നത്. P. ജയരാജനെ കൊലക്കേസടക്കം എന്തൊക്കെ കേസിൽ കൊടുക്കാൻ നോക്കിയതാണ് ഉമ്മൻചാണ്ടിയും CBIയും. എന്നിട്ടിപ്പോൾ എന്തായി? ജയരാജൻ ജയിൽ ഉപദേശക സമിതിയിൽ എത്തിയില്ലേ? ഇത് തെറ്റാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്ത് തെറ്റ് വന്നിരിക്കുന്നു? അദ്ദേഹം കോടതിയിൽ വിചാരണ നേരിടുന്ന ഒരു ആളല്ലേ? അയാളെ ശിക്ഷിച്ചിട്ടുണ്ടോ? ശിക്ഷിക്കപ്പെട്ട ആളെ തന്നെ നിങ്ങൾ ജയിൽ അഡ്വൈസറി ബോർഡാക്കിയ അനുഭവമുള്ള കേരളത്തിൽ ഒരാൾ പ്രതിയായിട്ടൊരാളെ ആക്കാൻ പാടില്ല എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പല്ല, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് ചെയ്തത്. രണ്ടും ഒരുപോലെയല്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു കൊലക്കേസ് പ്രതി ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. ആ കൊലപാതകം ശിക്ഷിക്കപ്പെട്ട ആളാണ് അയാൾ. പിന്നീട് അയാളെ പേരിൽ പല കേസും ഇല്ലേ? അപ്പം അങ്ങനെയുള്ള പ്രതിയായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കപ്പെട്ട ആളും ആരോപണ വിധേയത്തിലുള്ള ആളും രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ എല്ലാം പാർട്ടി അറിഞ്ഞിട്ടാണ്. പാർട്ടി അറിയാതെ ഒരാളെ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയിൽ നിശ്ചയിക്കുമോ? CPIഎമ്മിൻ്റെ പ്രതിനിധിയാണ് ആയിട്ട് ആരാണ് പോകേണ്ടതെന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുക. അതുകൊണ്ട് പാർട്ടി നൽകിയിട്ടുള്ള പേര് തന്നെയാണ്. നിയമാനുസൃതമായി യാതൊരു തെറ്റും ആ കാര്യത്തിലില്ല. നിയമാനുസൃതമായി വല്ല തെറ്റുമുണ്ടെങ്കിൽ ലോ സെക്രട്ടറിയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ഒരു റിപ്പോർട്ടും ലോ സെക്രട്ടറി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിലും ഒരു കൊലക്കേസൊക്കെ സംഘടിപ്പിക്കാൻ അത്രയധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ RSSുമായി നിരന്തരം ഗറില്ല യുദ്ധത്തിൽ ഏർപ്പെട്ട ജയരാജന്റെ കാര്യം പറയണോ? P. ജയരാജന്റെ നിയമനത്തിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കേസ് പ്രതിയായപ്പോയ ആളുകളെ ഒരു ഇതിലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ CPഎമ്മിൻ്റെ 4 ലക്ഷം പ്രവർത്തകന്മാരുടെ പേരിൽ കേസുണ്ട്. എൻ്റെ പേരിലും കേസുണ്ട്. UDF ഗവൺമെൻറ് ചാർജ് ചെയ്ത കേസാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു സ്ഥാനത്തും പാടില്ല എന്ന് പറയില്ല. മന്ത്രിമാരായ ആളുടെ പേരിൽ കേസില്ലേ? അല്ല, ഇത് പക്ഷേ കൊലക്കേസാണ്. ഏത് കേസായാലും കേസ് തന്നെയല്ലേ? ആരുടെ പേരിലും കൊലക്കേസായിക്കൂടെ? എൻ്റെ പേരിലൊരു കൊലക്കേസുണ്ട്, അതിന് നിങ്ങൾ അറിയുമോ? പണ്ട് ഞാൻ ആ സംഭവം ആ മരിച്ച ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കൊന്നു എന്ന് പറയുന്നത് ആരുടെ പേരിലും ആരോപിക്കപ്പെടാം. അപ്പോൾ അങ്ങനെ ആരോപിക്കപ്പെടുന്നതിൻ്റെ പേരിലൊക്കെ ഒരാളെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ ആരുടെ പേരിലും കേസ് ഉണ്ടാക്കാം. നാളെ നിങ്ങളുടെ പേരിലും കേസ് ഉണ്ടാക്കാം. നിങ്ങളെ പിന്നെ ഒരു സ്ഥാനത്തും പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് നിലപാടെടുക്കും? ഇപ്പോൾ മാധ്യമ പ്രവർത്തകന്മാരുടെ കേസില്ലേ? ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സ്ഥാനത്ത് മാറ്റി നിർത്താൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അത്തരം ചില തെറ്റായ ധാരണകളുണ്ട്. ആ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രചാരണങ്ങൾ അങ്ങനെയാണ്, അതിങ്ങനെ ഒഴുകി പരന്നുകൊണ്ടേയിരിക്കും. അവയൊക്കെ ഉന്നയിക്കാനും പ്രതിരോധിക്കാനും ഖണ്ഡിക്കാനും വിമർശിക്കാനും കഴുകി ശുദ്ധീകരിക്കാനും ഒക്കെ ഒരു പുഴയെന്ന പോലെ ഡെമോക്രസി ഇവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇടയ്ക്കെല്ലാം പറയുന്നത് ഡെമോക്രസി ഒരു പുഴയാണ് എന്ന്. ശുദ്ധീകരണത്തിനായി രണ്ടും കൽപ്പിച്ചൊഴുകുന്ന പുഴ. രാഷ്ട്രീയത്തിലേക്കും സിനിമയിലേക്കും സകല സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലേക്കും അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. കുത്തിയൊഴുകുന്നതിനിടെ അതിൽ നിന്നൊരു ജലകണം പുറത്തു പോവുക എന്നതൊക്കെ സ്വാഭാവികം. പിന്നീട് പുഴയെ സ്നേഹിക്കുന്നവർക്കൊപ്പം ആ ജലകണവും ഡെമോക്രസിയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, പുതിയൊരു പുഴയിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട്. അതാണ് ഈ കുത്തിത്തിരിപ്പുകാരുടെയും അവസ്ഥ. അപ്പോൾ പിന്നെ സ്നേഹത്തോടെ വിട. നന്ദി, നമസ്കാരം.